ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വെള്ളക്കെട്ടിലായി വടക്കൻ പറവൂർ നഗരസഭയിലെ 26-ാം വാർഡിലെ ജനങ്ങൾ. മഴവെള്ളം ഒഴുകിപ്പോകാൻ നേരത്തെ ഉണ്ടായിരുന്ന തോട് ദേശീയപാത വന്നതോടെ അടഞ്ഞു. നിലവിൽ ദേശീയപാതയിൽ നിന്നുള്ള വെള്ളം ഒഴുക്കിവിടുന്നതാവട്ടെ സമീപത്തുള്ള വീടുകളിലേക്ക്. 2018-ൽ കേരളം കണ്ട മഹാപ്രളയം. അന്ന് ഈ പ്രദേശത്തെ വീടുകളിലൊന്നും വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ പെയ്യുന്ന ഓരോ ചെറിയ മഴയിലും ഈ വീടുകളിൽ വെള്ളക്കെട്ടാണ്. ഇവിടെ 10-20 വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഹൈവേ വന്നോടെ വെള്ളം പോകാൻ നമുക്കിവിടെ ഇടവില്ലാതായി. അതിന് മുന്നേ ഇവിടെ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി ചെറിയ വഴികളൊക്കെ ഉണ്ടായതായിരുന്നു, മറ്റേ അരുവികൾ പോലെ ഉണ്ടായതായിരുന്നു. ഈ ഹൈവേ വന്നോടെ ഫുള്ള് ക്ലോസ് ആയി. അപ്പോൾ മഴവെള്ളമായാലും എല്ലാം അവിടെ നിന്ന് തന്നെ ഒഴുകി വന്ന വെള്ളമെല്ലാം നമ്മുടെ വീടുകളിലോട്ടാണ് ഫുള്ള് വന്നിരിക്കുന്നത്. അത് ഒരു മുട്ട് വരെ വെള്ളം നമുക്ക് വരാറുണ്ട്. കാണുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഒരു പ്ലാനിങ് ഇല്ലാതെ കൂടെയാണ് സംഭവം ചെയ്തേക്കണത്. അപ്പം തൽക്കാലമായിട്ട് ജസ്റ്റ് കുറച്ച് മണ്ണടിച്ച് കാണയുടെ ഫ്രണ്ടിലിട്ടുണ്ട്. 2-3 വർഷമായി ഇപ്പോൾ ഹൈവേയുടെ പണി തുടങ്ങിയിട്ട്. അപ്പം തൊട്ട് വെള്ളമാണ്, ഇപ്പം നല്ല വെള്ളമാണ് വീട്ടിൽ. ഈ വീട്ടിലേക്കാണ് ദേശീയപാതയിൽ നിന്നുള്ള ഡ്രെയിനേജ് തുറന്നു വച്ചിരുന്നത്. ഇവരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് താൽക്കാലികമായി മണ്ണിട്ടടച്ചു. എന്നാൽ ഓരോ മഴ പെയ്യുമ്പോഴും സമീപത്തുള്ള 25ഓളം വീടുകളിൽ വെള്ളക്കെട്ടാണ്. എൻ്റെ അച്ഛനപ്പന്മാർ കാലം മുതലേ ഇവിടെ താമസിച്ചിരുന്നതാണ്. ഇപ്പോൾ പുതിയതായിട്ട് എൻ്റെ അച്ഛൻ 66 പണിതിന് ശേഷം ഇവിടെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഇതിലെ പ്രധാന ഒഴുകിയിരുന്ന സ്രോതസ് ഹൈവേക്കാർ അടച്ചു കളഞ്ഞു. പുതിയ മാർഗം സൃഷ്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ അതിനൊരു പരിഹാരമായിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നത് മുനിസിപ്പാലിറ്റി ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു മഴ പെയ്താൽ ഒരടിയോളം വെള്ളം കയറുന്ന അവസ്ഥയാണ്. പല പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അപ്പുറത്തൊരു കലങ്ക് വീണ്ടും നിർമ്മിച്ചിട്ട് അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ അതിലെ വെള്ളം ഒഴുകാത്ത സ്ഥിതിയാണ്. അത് വെറുതെ ഒന്ന് കാണിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അരമണിക്കൂർ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറയെ വെള്ളക്കെട്ടാണ്. അതാണ് സ്ഥിതി വെച്ചത്. വെള്ളം പോകാൻ യാതൊരു മാർഗവും ഇല്ല. ഇവിടെ ഒരു 10-20 വീട്ടുകാരുണ്ട്. അവർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമാണ്. പക്ഷേ സാധാരണക്കാരായ ഇതുപോലെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് ഒരു വികസനവും. ഇതിന് ശാശ്വതമായ പരിഹാരം എത്രയും വേഗം കാണണം. വിനു തോമസിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.